സാറേ, പൂക്കോട് വെറ്റിനറി കോളേജ് വീണ്ടും തുറക്കാൻ പോവുകയാണ്. അപ്പോൾ പൂക്കോട് കോളേജിൽ ഇനി രാഷ്ട്രീയമേ അനുവദിക്കരുത് എന്നാണ് അവിടെ ആൻറ്റി റാഗിങ് സ്ക്വാഡ്. എന്ത് തെമ്മാടിത്തരം എനിക്ക് മനസ്സിലായി. ഏതാ ഈ ആൻറ്റി റാഗിങ്? പൂക്കോട് നടന്നത് റാഗിങ് ആണോ? ഇവർ ഈ മൊത്തം ക്രൈം ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസ്ഡായിട്ട് ശ്രമം നടക്കുകയാണ്. ഇതിപ്പോൾ UGCയിലെ കുറേ പൊട്ടന്മാരാണ് ഈ ആൻറ്റി റാഗിങ് കമ്മിറ്റി. ദേ ഷുഡ് ഹാവ് റിഫ്യൂസ്ഡ് ഇറ്റ്. നിങ്ങളുടെ കോളേജിൽ നടന്നിരിക്കുന്ന റാഗിങ് അല്ല, ഒരു ശുദ്ധ കൊലപാതകമാണ്. 40-40 പിള്ളേർ കൂടിയിട്ട് ഒരു ചെറുക്കനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, എന്നിട്ട് ആരും കാണാതെ അത് അഴിച്ചിട്ട് ആ ശവം ആശുപത്രി കൊണ്ടുപോയി, എന്നിട്ട് റാഗിങ് ആണെന്ന് പറയുന്നു. എന്ത് റാഗിങ്? ഇവർക്ക് റാഗിങ് എന്താണെന്ന് പോലും അറിയില്ല. റാഗിങ് കമ്മിറ്റിക്ക്, ആൻറ്റി റാഗിങ് കമ്മിറ്റിക്ക് ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണ്. എന്നിട്ട് രാഷ്ട്രീയം നിരോധിക്കുക. എങ്ങനെ നിരോധിക്കും രാഷ്ട്രീയം? യു കനോട്ട് ബാൻ പൊളിറ്റിക്സ്. നിങ്ങൾക്ക് സംഘടനകളെ നിരോധിക്കാൻ പറ്റുള്ളൂ, രാഷ്ട്രീയം നിരോധിക്കാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യലിസം എന്താ, SFIയുടെ എന്തോ സാധനമുണ്ടല്ലോ, സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം. ഇത് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുമോ? പിള്ളേർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് സറോഗേറ്റ് പൊളിറ്റിക്സാണ് ഈ കളിക്കുന്നത്. ഫോർ വിച്ച് യു ഹാവ് ടു ബാൻ എനി ഓർഗനൈസേഷൻ വിത്തിൻ ദ ക്യാമ്പസ്. ഒരു ഓർഗനൈസേഷൻ, സംഘടന പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സംഘം ചേരാനുള്ള അവകാശമുണ്ട്, പക്ഷേ സംഘടിക്കാനുള്ള അവകാശമില്ല. പ്രസിഡൻറ്റ്, സെക്രട്ടറി, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞുള്ള ഏർപ്പാട് നിർത്തുക. SFI, ABVP, KSU, MSF ഇതൊന്നും ക്യാമ്പസിൽ പാടില്ല. ഞാനങ്ങനെ ചെയ്തതാണെന്ന് 4 വർഷം ഞാൻ പഠിക്കുമ്പോൾ പ്രൊഫഷണൽ കോളേജസിൽ ഇത് പാടില്ല. സംഘടനയും പാടില്ല, രാഷ്ട്രീയവും പാടില്ല. പക്ഷേ കോളേജ് യൂണിയനുണ്ട്. കോളേജ് യൂണിയൻ ചെയർമാനെ തിരഞ്ഞെടുക്കും. അതിൻ്റെ കൂടെ കമ്മിറ്റി, കുന്തം, യൂണിവേഴ്സിറ്റി യൂണിയൻ, ഇതെല്ലാമുണ്ട്. സംഘടന മാത്രമേ ഇല്ല. സംഘടനാ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് SFI, KSU, ABVP ഒന്നുമില്ല. ഞാൻ ഹോസ്റ്റലിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ RSS ചായവുള്ളവനാണെന്ന് എല്ലാവർക്കും അവിടെ അറിയാം. രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ട് മെറിറ്റിൻ്റെ ബേസിൽ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്തു. ഇന്നാണെങ്കിൽ ഞാൻ ABVP-കാരനായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഞാൻ തോറ്റുപോകും. ഇല്ലേ? അവിടെ എന്നോട് സ്നേഹമുള്ള, എനിക്ക് വേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തിയ എൻ്റെ സുഹൃത്ത് ജേക്കബ്, അവൻ മാർക്സിസ്റ്റ് ചായവുള്ളവനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഹോസ്റ്റലിലിരുന്ന് ഒരുപാട് തർക്കിക്കുകയൊക്കെ ചെയ്യും. ബട്ട് ഈ തെരഞ്ഞെടുപ്പ് സംഗതിക്ക് വന്നു കഴിയുമ്പോൾ മെറിറ്റാണ് നോക്കുന്നത്. നിങ്ങൾ ഈ അധികാര രാഷ്ട്രീയം, സംഘടനാ രാഷ്ട്രീയം ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റിൻ്റെ പുറത്ത് ഈ കോളേജുകൾ പ്രവർത്തിക്കുന്നത് കാണാം. അക്കാഡമിക് തലത്തിലും ആർട്സിൻ്റെ തലത്തിലും സ്പോർട്സിൻ്റെ തലത്തിലും എല്ലാം ഓട്ടോമാറ്റിക്കലി ഈ രാഷ്ട്രീയം അങ്ങ് പോകും. അയ്യപ്പൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ഞാൻ വോട്ട് ചെയ്യില്ല. ഞാൻ ഭാര്യയോട് പറയും, എൻ്റെ കൂട്ടുകാരനാണ്, നല്ല മനുഷ്യനാണ്, പക്ഷെ പണ്ടാരം കയറിയിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിന്ന് എന്താ ചെയ്യാം? അതേസമയം സ്വതന്ത്രരായിട്ടാണ് അയ്യപ്പൻ നിൽക്കുന്നതെങ്കിലോ ഞാൻ അയ്യപ്പൻ വോട്ട് ചെയ്യും. ഇതാണ് മെറിറ്റും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ സംഘടനാ സ്വാതന്ത്ര്യം നിരോധിക്കണം. സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റേർഡ് സംഘടനയായിട്ട് ഗുസ്തി പിടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇല്ലാതെയാകുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദിസ് ആൻറ്റി റാഗിങ് കമ്മിറ്റി ഈസ് എ ഫുളിഷ്നെസ്. യു കനോട്ട് ചേഞ്ച് എനിത്തിങ് ബൈ പണിഷിങ് പീപ്പിൾ. കോളേജുകൾ ബേസിക്കലി 2 രീതിയിലാണ് നമ്മൾ കുറ്റകൃത്യം തടയുന്നത്. ഒന്ന്, അതിന് കടുത്ത ശിക്ഷ കൊടുക്കുക. വേറൊന്ന്, കുറ്റം ചെയ്യാതിരിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക. ശിക്ഷ കൊടുക്കുന്നത് എപ്പോഴാണ്? കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ടാണ്. കുറ്റം നടന്നു കഴിഞ്ഞു, പിന്നെയല്ലേ നിങ്ങൾ ശിക്ഷിക്കുന്നത്. കുറ്റം നടക്കാതെ നോക്കുന്നത് ആരാണ്? അത് സംസ്കാരമാണ്. ആ സംസ്കാരം ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും അത് കുറ്റത്തിലേക്ക് നയിക്കരുത്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളെ മനസ്സിൽ നിന്ന് പിഴുതു കളയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും സംസ്കാരവുമാണ് ക്യാമ്പസിൽ കൊടുക്കേണ്ടത്. അതിന് സംഘടന ആവശ്യമില്ല. അത് ദോഷമായിട്ട് വരുന്നു. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ നോക്കിയല്ലോ സംഘടനയില്ല. അതുകൊണ്ട് ദോഷമാണെന്ന് കണ്ടിട്ട് ആ സംഘടനകളെ നിരോധിക്കുക. ആ നിരോധിക്കുമ്പോൾ നോക്കിയോ, രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥികളുമായിരിക്കും ഏറ്റവും അധികം ബഹളം വയ്ക്കുന്നത്. കാരണം ഇത് റിക്രൂട്ടിംഗ് ഗ്രൗണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. തീർച്ചയായിട്ടും കോളേജുകളെന്ന് പറയുന്നത്, കോളേജിൽ ഏറ്റവും നന്നായിട്ട് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവൻ, ഏറ്റവും ഹീനമായിട്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നവൻ, ഏറ്റവും അധികം കാശ് പിരിക്കുന്നവൻ, ഏറ്റവും അധികം വെട്ടിക്കുന്നവൻ, ഏറ്റവും അധികം കുതികാല് വെട്ടുന്നവൻ, കൂടെ നിൽക്കുന്നവനെ ചവിട്ടി പുറത്താക്കുന്നവൻ, ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്നവൻ, അവനെയാണ് അടുത്ത MLA ആയിട്ട് ഇവർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്.
അതുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം അഹമികാധിയ ഈ തല്ലും ബലാത്കാരവും പെണ്ണുപിടുത്തവും ഒക്കെ നടത്തുന്നത്. അതല്ലെങ്കിൽ മര്യാദയ്ക്ക് കഴിഞ്ഞോളും അച്ഛൻ്റെ അമ്മയുടെ സാറിൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ. അതുകൊണ്ട് ആൻറ്റി റാഗിങ് എന്ന് പറയുന്ന ഈ ഭോഷ്കൊക്കെ നിർത്തി വയ്ക്കുക, കൊലപാതകത്തിന് കേസ് ചാർജ് ചെയ്യുക. ഇപ്പോൾ അത് CBIക്ക് വിട്ടിരിക്കുകയാണല്ലോ. ഈ CBI എന്ത് വലിയ സാധനം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ് us ബിലീവ് ദേ വിൽ ഡു ദെയർ ജോബ്. അതല്ലാതെ സംഘടന നിരോധിക്കാതെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല. അല്ല സാർ, അത് സാർ പറഞ്ഞ പോലെ സംഘടന നിരോധനമൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. സംഘടന നിരോധനം എങ്ങനെ സാർ? അപ്പോഴത്തേക്കും ഇപ്പോൾ മുമ്പ് സാർ പറഞ്ഞ പോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ തന്നെ അങ്ങ് ഇറങ്ങുമല്ലേ? ഇത്തരത്തിലുള്ള കള്ളന്മാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് വേണമല്ലോ. അയ്യപ്പ, ഈ സംഘടന ഇല്ലാതിരുന്ന കാലത്ത് കോളേജിൽ റാഗിങ് ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുമ്പോഴും കുറച്ച് റാഗിങ്, ഒരു എംബരാസ്മെൻ്റ് ഒക്കെയാണ്. എന്നിട്ടൊരു ഫ്രഷേഴ്സ് ഡേ വയ്ക്കും, അന്ന് എല്ലാവരും ചായയും പലഹാരവും കഴിഞ്ഞിട്ട് അന്നത്തെ കൊണ്ട് ഇത് അവസാനിച്ചു. പിന്നെ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും തീർച്ചയായിട്ടും. അതെന്തോ മഹാഭാവമാണെന്ന് പറഞ്ഞിട്ട് ഈ തല്ലിപ്പൊളികളെല്ലാം കൂടി ആണ് സംഘടന, പ്രൊഫഷണൽ കോളേജിൽ സംഘടന കൊണ്ടുവന്നത്. ആ കഴിഞ്ഞ ദിവസം അഭിമാനത്തോടെ ശിവൻകുട്ടിയും CP ജോണും പറയുന്നു, പ്രൊഫഷണൽ കോളേജുകളിൽ റാഗിങ്ങിനെ എതിർക്കാനായിട്ടാണ് ഞങ്ങൾ SFI അവിടെ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഇല്ലേ? അവസാനം റാഗിങ് പൂർവാധികം ഭംഗിയായിട്ട് നടക്കുന്നു, SFIയുടെ ദ്രോഹം വേറെ നടക്കുന്നു. ശരിയാ. മറ്റേത് ഒരപ്പൻ്റെ ഉപദ്രവം ഉണ്ടായിരുന്നു, ഇത് രണ്ടാമത് കല്യാണം കഴിച്ച അയാളുടെ ഉപദ്രവം കൂടിയായി. ഈ രീതിയിലായി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയായി പ്രൊഫഷണൽ കോളേജുകൾ. ഇതാണ് ഇവരൊക്കെ കൂടെ ചെയ്ത ഗുണം. അല്ല, അവിടെ പൊതിഞ്ഞു പിടിച്ചാണ് ഈ രണ്ട് നേതാക്കന്മാരും പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ചെയ്തു. പ്രൊഫഷണൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഹാവ് എവർ സീൻ റാഗിങ്? ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിന്, അയ്യപ്പൻ സെക്കൻഡ് ഇയറാണ്, ഞാൻ ഫസ്റ്റ് ഇയറാണ്, ഡേയ് ഇവിടെ വാ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മുറിയിലേക്ക് കയറ്റുന്നു, ബോൾട്ട് ഇടുന്നു. ഞാൻ നോക്കുമ്പോൾ അവിടെ വേറെ 3-4 പേര് കൂടെ ഇരിക്കുന്നു. അവരൊക്കെ സെക്കൻഡ് ഇയറാണ്, അയ്യപ്പൻ്റെ കൂട്ടുകാരാണ്, അല്പം കാട്ടയന്മാരാണ്. എന്താ നിൻ്റെ പേര്? ഇവിടെ അങ്ങ് തുടങ്ങും. ഷർട്ട് അഴിച്ചേ നിൻ്റെ? പോലീസ് സ്റ്റേഷൻ നടക്കുന്നില്ലേ? ഈ ഷമ്മി തിലകൻ മോഹൻലാലിനെ നടു റോഡിൽ വെച്ച് റാഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നീ എവിടെ പോയിരുന്നടാ? ഞാൻ ഒരു കളിക്കൂട്ടുകാരൻ. കളിയോ? എന്ത് കളി? ഇങ്ങനെ ചോദിച്ച് ഉത്തരം പറയാൻ വിഷമിപ്പിച്ച് പരിഭ്രാന്തരാകും. ശരിയാണ് സാർ പറഞ്ഞത്, കറക്റ്റ്. സാർ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കും? പിന്നെ എങ്ങനെ ചോദിക്കണം? ഇങ്ങനെ എല്ലാത്തിനും നമ്മളെ എംബ്രാസ് ചെയ്യും. ഇതാണ് റാഗിങ്. ഇവിടെ ഏത് CP ജോൺ അല്ലെങ്കിൽ ശിവൻകുട്ടി കയറി വരുമെന്നാണ്. രാത്രി 11 മണിക്കാണ് ഒരു ചെറുക്കനെ മുറിയിലേക്ക് വിളിപ്പിച്ചിട്ട് ഈ പരിപാടി തുടങ്ങുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ അൺലെസ് യു റിഫോം ദ പീപ്പിൾ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സ്റ്റോപ്പ് മാൽ പ്രാക്ടീസസ്. റാഗിങ് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല, സ്വർഗരതി നിർത്താൻ പറ്റില്ല, വ്യഭിചാരം നിർത്താൻ പറ്റില്ല, കള്ളുകൂടി നിർത്താൻ പറ്റില്ല. ഇതൊക്കെ ചെയ്തതിന് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യാതിരിക്കണമെങ്കിൽ സംസ്കാരം കൊടുക്കണം. ആ സംസ്കാരത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നു ഈ സംഘടനകൾ, അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ. സോ ഫിനിഷ് ഓഫ്, കിൽ ദ ഓർഗനൈസേഷൻസ് ആൻഡ് യു വിൽ വിൻ ദ ഹാർട്ട്സ് ഓഫ് യൂത്ത്. അതിന് കതിരുമേ വളം വയ്ക്കാൻ പറ്റൂ. ഇപ്പോഴും ബോൾഡായിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ അത് നടക്കുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ കോടതി, ഇപ്പോൾ ഈ ഡെർട്ടി ജോബ് മുഴുവൻ ചെയ്യുന്നത് കോടതിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? രാഷ്ട്രീയക്കാർക്ക് പൊളിറ്റിക്കൽ വില്ലില്ല. അതുകൊണ്ട് സാധനം ആരെങ്കിലും കോടതിയിലെത്തിക്കും. കോടതി പറയും റോഡിലെ ഫ്ലക്സ് എടുത്ത് മാറ്റ്, വെടിക്കെട്ട് ഒതുക്കി നടത്ത്, ആനയെ ഇത്രയേ എഴുന്നള്ളിക്കാവുള്ളൂ. ഈ കാര്യത്തിലെല്ലാം കോടതി ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? കോടതിക്ക് വോട്ട് ആവശ്യമില്ല. തീർച്ചയായിട്ടും കോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, അവർക്ക് വോട്ട് വേണ്ട. അതുകൊണ്ട് അൺപ്ലസൻറ്റ് ഡിസിഷൻസ്, ഈ തൂത്തുവാരുന്ന പണി, വൃത്തിയാക്കുന്ന പണി, ഇതെല്ലാം ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും മുമ്പിൽ ചെല്ലുന്നു. കുറേയൊക്കെ അവർ ചെയ്യുന്നു, കുറേ ചെയ്യുന്നില്ല. ചെയ്യാൻ ബാധ്യതയുള്ളവർ ചെയ്യുന്നില്ല. അല്ല, പറഞ്ഞാലും നടപ്പാവണമെന്നുണ്ടോ? കോടതി ഇപ്പോൾ പറഞ്ഞാലും ഇവിടുത്തെ രാഷ്ട്രീയം അത് കേൾക്കണമെന്നുമില്ല. അപ്പോൾ നിസ്സഹായരായ അച്ഛനമ്മമാരെന്താ ചെയ്യുന്നത്? കൊള്ളാവുന്ന പിള്ളേരെ മുഴുവൻ ഫോറിനിലേക്ക് കടത്തുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും 5000-6000 പേരുടെ ക്യൂ ആണ് കാനഡയിൽ അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോകാനായിട്ട്. ഇവർ ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർവകലാശാല ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ അതിനകത്ത് കാലുകുത്താൻ നിർവാഹമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 10 പുത്തനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോനെ ഇംഗ്ലണ്ടിൽ വിടും. ഇവിടെ ഇത് രക്ഷയൊന്നുമില്ല, ഇവന്മാരുമായിട്ട് മല്ലടിക്കാൻ ആർക്കാൻ നേരം? അല്ല സാർ, അത് വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ പോകുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം കോടതി പറഞ്ഞിരുന്നാൽ തന്നെയും ഇതെല്ലാം തന്നെ നടപ്പാവണമെന്നില്ല. ഇപ്പം സാർ രണ്ടാമത് സംസ്കാരത്തിൻ്റെ കാര്യം സാർ പറയുന്നു.
നമ്മളൊക്കെ ഇപ്പം സാറ് പഠിച്ചിരുന്ന കാലം, അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമൊക്കെ ഞങ്ങളും പഠിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ അധ്യാപകർ സംസ്കാരമുള്ളവരായിരുന്നു, നമുക്ക് സംസ്കാരം വിളമ്പുന്നവരായിരുന്നു. ഇന്നത്തെ ഈ ചെക്കന്മാരോട് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വേള ഇവർ പേടിച്ച് നിൽക്കുന്നവരില്ലേ സാർ? ഈ അധ്യാപകർക്ക് വരെ പേടിയില്ലേ ഇവന്മാരെ? പേടിയുണ്ട്. കാരണം അധ്യാപകൻ്റെ AKPCTA, KGCTA കുറേ സംഘടനകളുണ്ടല്ലോ, ഇതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ഈ പിള്ളേരാണ്. തീർച്ചയായിട്ടും അവർ കാശ് മുടക്കില്ല. അധ്യാപകൻ എന്നിട്ട് വൗച്ചർ എഴുതി കൊടുക്കും. പോസ്റ്റർ ഒട്ടിച്ചവ കയ്യിൽ രൂപ 20,000 എന്ന് പറഞ്ഞിട്ട് അധ്യാപകൻ പോക്കറ്റിലാക്കും. എന്നിട്ട് ഈ പിള്ളേരെ വിളിച്ച് രാത്രി ശകലം വെള്ളവും മേടിച്ചു കൊടുത്ത് സിഗരറ്റും കൊടുത്തിട്ട് ഒന്ന് ഒട്ടിക്കിടാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഒട്ടിക്കും. ആ പിള്ളേർ ഈ അധ്യാപകനെ ബഹുമാനിക്കുന്ന എങ്ങനെയാണ്? ഇയാൾക്കൊരു ഹോൾഡും ഉണ്ടാവില്ല. ഞാൻ പ്രൈമറി സ്കൂളിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ, മുണ്ട് മടക്കി കുത്തുകയില്ല അധ്യാപകർ. കാരണം മടക്കി കുത്തുക എന്ന് പറയുന്നത് റൗഡിയുടെ ലക്ഷണമാണ്. തീർച്ചയായിട്ടും. കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഒന്നിങ്ങനെ പൊക്കി പിടിക്കും. AK ആൻ്റണി മുണ്ട് പൊക്കി പിടിക്കാറില്ലേ, അതുപോലെ പിടിക്കുന്ന അതിനപ്പുറത്തേക്ക് ചെയ്യില്ല. മിക്കവാറും വെള്ള ഷർട്ടേ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് നീല ഇതൊക്കെ ഇടും. അവർ കള്ള് ഷാപ്പ് റോഡിൻ്റെ ആ വശത്താണെങ്കിൽ ഈ വശത്തൂടെ നടന്നു പോകും. അത്രയ്ക്ക് മാതൃകാ പുരുഷന്മാരായിരുന്നു. നാട്ടിലെന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തോമസ് സാറിനോട് ചോദിക്കാം, പുള്ളി തീരുമാനിക്കട്ടെ എന്ന് പറയും. അങ്ങനെ നാട്ടിലും വീട്ടിലും കുട്ടികൾക്കും മാതൃകയായിരുന്നു അധ്യാപകർ. അവർ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അവരുടെ കയ്യിൽ ചൂരലും ഉണ്ടായിരുന്നു. വല്ലപ്പോഴും അവർ തല്ലുമായിരുന്നു. ഇപ്പോൾ എന്തോ ചൂരലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ്. അത് ശരിയുമാണ്. കാരണം ഇവൻ്റെ ദേഷ്യം തീർക്കാനാണ് അടിക്കുന്നതല്ല, പിള്ളേർ നന്നാവാൻ വേണ്ടി അടിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി. ഇനി ആദ്യം മുതൽ ഇത് തുടങ്ങി വരണമെങ്കിൽ പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ സംഘടനകളെ നിരോധിക്കണം. ഇത് പറ്റില്ല എന്ന് പറയണം. അല്ല സാർ, സാറിത് പറയുമ്പോഴേ ഇവിടെ കേരളത്തിലൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ രാജ്യസഭാ MP ഇപ്പോൾ ഇരിക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ തിരുവനന്തപുരത്ത്, ഞാൻ പേര് പറയണമെന്ന് വെച്ചാൽ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥ, സാറിന് സംഭവം അറിയാൻ തോന്നുന്നു, അവരെ നിർത്തി പൊരിച്ച് പറയാൻ പറ്റാത്ത തെറി പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വസ്തുണ്ട്. ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് റഹീം പറഞ്ഞ്, റഹീം അത് ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. ഞാൻ പറയട്ടെ, രാജ്യത്തെന്ത് കേരളത്തിൽ മാത്രമേ യൂണിവേഴ്സിറ്റികളും ക്യാമ്പസും ഉള്ളൂ? എന്താ കർണാടകത്തിൽ സംഭവിക്കാത്തത്? തമിഴ്നാട്ടിൽ സംഭവിക്കാത്തത് എന്താ? ആന്ധ്ര, തെലങ്കാന, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചില യൂണിവേഴ്സിറ്റികൾ മാത്രം. മദ്രാസ് IIT, പിന്നെ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മളുടെ ജാമിയ മിലിയ ഇസ്ലാമിയ, പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഈ 3-4 സ്ഥലത്ത് മാത്രമേ ഈ സൂക്കേട് കാണുള്ളൂ കേരളം വിട്ട് കഴിഞ്ഞാൽ. കേരളത്തിൽ പക്ഷേ എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ ക്യാമ്പസിലും ഇത് തന്നെയാണ് സൂക്കേട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ രാഷ്ട്രീയക്കാരില്ലേ? ഈ ABVP SFI സാധനങ്ങളൊക്കെ ഇല്ല. കുറേ അഹങ്കാരമാണെന്നേ, ഭയങ്കര അഹങ്കാരമാണ്. ഇവിടെ ഇത് തന്നെ ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. അന്ധത, അറിവില്ലായ്മ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത ഒരു സമരം അയ്യപ്പനെ ചൂണ്ടിക്കാണിച്ചു തന്നെ ഈ റീസെന്റ് പാസ്റ്റിൽ എപ്പോഴെങ്കിലും? റീസൺ ഒന്നുമില്ല സാർ, എല്ലാം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. കറക്റ്റ്. അതുകൊണ്ടാണ് ഇത് റാഗിംഗ് കമ്മിറ്റി രാഷ്ട്രീയം നിരോധിക്കണം എന്നൊക്കെ പറയുന്നത്. അവർക്ക് ഈ സംഘടന നിരോധിക്കണം എന്ന് പറയാനുള്ള നട്ടിലില്ലാഞ്ഞിട്ടാണ്. സാർ, ഇന്നുകൂടെ പറയും, നമുക്ക് അവസാനിപ്പിക്കാം. ഈ പൂക്കോട് കോളേജിൽ തന്നെ ഒരു വനിതാ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. ആ സാർ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വന്നതാണ്. ഈ അധ്യാപിക ഒറ്റപ്പെട്ടു പോയി. ഈ കോളേജിലെ ചെക്കന്മാരും പെൺപിള്ളാരും കാണിക്കുന്ന രാത്രികാലങ്ങളിലും അല്ലാതെയും, പ്രത്യേകിച്ച് ഈ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ SFIയുടെ ചെക്കന്മാരും പെൺപിള്ളാരും, ആ പ്രമുഖ വനിത, ആ അധ്യാപിക വളരെ കഷ്ടത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ കൂടെ ഒരു അധ്യാപകരും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നമ്മളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് പോലെ ആണ് ഇവിടുത്തെ പെൺകുട്ടികൾ ഈ ചെക്കന്മാരോടെ കഴിഞ്ഞിരുന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന്. സാർ, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ പൂക്കോട് കോളേജിലെ പ്രിൻസിപ്പാളിനെ ഇൻ്റർവ്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. ആ അധ്യാപികയെ ഒറ്റപ്പെടുത്തി. അതിന് ഈ അധ്യാപക സംഘടനകൾ കൂടെ കൂട്ടുനിന്നു. അതാണ് അവസ്ഥ. ദൈവം രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.